കേരള നിയമസഭയിൽ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനോട് ഒന്നും ചെയ്യാനില്ല. മിനിഞ്ഞാന്ന് ഗതികെട്ട് ബാലോപാലെടുത്ത് വല്ലതും വിളിച്ച് പറയുകയെന്ന് പറഞ്ഞു. കാര്യം ഇത് മായം പൊട്ടിയിരിക്കാതെ. അപ്പോൾ പ്രതിപക്ഷ നേതാവിന് പോലും ഇനി അവിടെ ഒരു അവസ്ഥ, ഇതാണ് അവസ്ഥ. ഒന്നും പറയാനില്ല. പറയാൻ നാക്കെടുത്ത് കഴിഞ്ഞാൽ അവർ അടിച്ചിരുത്തും. പക്ഷേ ഇല്ലാത്തൊരു സ്ഥാനം വേണമെന്ന് പറഞ്ഞിട്ട് CPI ഇന്ന് വീണ്ടും രംഗത്തെത്തിയിരിക്കുന്നത്. നമ്മൾ ഈ ചർച്ച ഇങ്ങോട്ട് റെക്കോർഡിങ്ങിന് ഇറങ്ങുമ്പോൾ മുൻ മന്ത്രി കെ രാജൻ അദ്ദേഹം മാധ്യമങ്ങൾ പറയുന്നുണ്ട്, വിട്ടുവീഴ്ചയില്ല, പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം ഞങ്ങൾക്ക് കിട്ടിയേ തീരുമെന്നാണ്. നേതാവിനെ പണിയില്ല. ഈ ഉപനേതാവിന് എന്താണ് ഉപനേതാവ് ഇല്ലാത്ത പദവിയാണ്. ആ ഇല്ലാത്ത പദവി കൂടി കിട്ടാതെ ഞങ്ങൾ ഇനി അടങ്ങില്ല എന്നാണ്. ഈ പ്രേക്ഷകർ ക്ഷമിക്കുക, നമ്മൾ ന്യൂ ജനറേഷൻ ഭാഷയിൽ പറഞ്ഞ് പിള്ളേർ പറയുന്ന വാക്കാണ്. അല്ല, നമ്മുടെ നാട്ടിൽ അതൊക്കെ തെറിയാണ്. എങ്കിൽ പോലും നമ്മൾ പറയണത് ഊക്ക് കിട്ടാത്ത ഒരു നേതാവും നിലവിൽ ഇവിടെ ഇല്ല, ഇടതുപക്ഷത്തില്ല. കാരണം ഈ പറഞ്ഞപ്പോഴാണ് കെ രാജൻ കഴിഞ്ഞ ദിവസം വലിയ വികാരാധീനായിട്ട് പ്രസംഗിക്കുകയാണ്. ഞാനും എൻ്റെ കക്ഷിയും വോക്കൗട്ട് നടത്തുകയാണ് എന്ന് അദ്ദേഹം പറയുന്നു. ഉടനെ നമ്മുടെ സ്പീക്കറായിട്ടുള്ള തിരുവഞ്ചൂർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വിടുന്നു. ഇത് വലിയ ട്രോളായി. ഈ ട്രോളായപ്പോൾ ഇതിനകത്ത് തിരുവഞ്ചൂർ ഹീറോയുമായി, ഇതിനകത്ത് ട്രോളന്മാരുടെ ഉപകരണം രാജനുമായി. എന്ന് പറഞ്ഞാൽ അതിനകത്ത് അപകാശനായിപ്പോയി. രാജൻ അങ്ങ് അപകാശനായി. മാത്രമല്ല, രാജൻ അതിന് മുമ്പ് പാവപ്പെട്ട പിണറായിക്ക് ഒരു പണി കൂടെ കൊടുത്തല്ലോ. കലക്കവളം പിടിച്ചുകൊണ്ട് കുപ്പിയിൽ ഒഴിച്ചുകൊണ്ട് ഇതാണ് കലക്കവളം, അപ്പൊ ഈ കുപ്പിവെള്ളം. രാജൻ അപകാശനാണ്. ഇത് ആദ്യത്തെ തവണയല്ല. രാജൻ ആദ്യം ഈ വയനാട്ടിൽ പോയി മേൽക്കൂര ഉരച്ച് രാജൻ മേസ്ത്രി എന്നൊക്കെ പറഞ്ഞ് കൂലിപ്പണി രാജൻ എന്ന് പറഞ്ഞ് ട്രോളൊക്കെ വന്നു. ആ ട്രോളിനകത്ത് തന്നെ പുള്ളി അടവടലെ സൈ കെട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ ട്രോൾ വരുന്നത്. കുപ്പിവെള്ളം കൊണ്ട് കൊടുത്തതും അതിന്റെ പുറകെ ഇദ്ദേഹം ഇത് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സ്പീക്കറുടെ അടുത്ത് പറയാണ്, സ്പീക്കർ അങ്ങ് ട്രോൾ ഉപകരണമാകുന്നുണ്ട്, അത് നമുക്ക് നല്ല പ്രവണതയല്ല, അത് സ്പീക്കറിനെ ഒക്കെ ഇങ്ങനെ ട്രോൾ ചെയ്യുന്ന ഉടനെ പുള്ളിക്കറിയാമല്ലോ ഇത് പുള്ളിയെ അല്ല ട്രോൾ ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതിന് മറുപടി കൊടുത്തത് അതെന്തുവെന്ന് വെച്ചാൽ അത് അങ്ങ് ചെയ്തോട്ടെ, അത് നമുക്ക് പ്രശ്നമില്ല, അത് ഇവിടെ പറയേണ്ട കാര്യമില്ല, ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു പോവാണെന്ന് പറഞ്ഞു, ഞാൻ സ്വാഭാവികമായിട്ട് പൊക്കോട്ടെ എന്ന് പറഞ്ഞോട്ടെ, അത് സ്വാഭാവികമല്ലേ. അതിനകത്ത് നമ്മൾ എന്താണ് ഇത്ര അതൊന്ന്. പക്ഷേ സഭ ഈ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിലെ ഇപ്പം അവസാനിച്ച ആ സമ്മേളനത്തിലെ ഏറ്റവും ദയനീയമായ കാഴ്ചയായിരുന്നു ഈ ബാലഗോപാല ചാടി എണീറ്റ് നിന്നുകൊണ്ട് ഭയങ്കരമായിട്ട് റൈസ് ആയിട്ട് എന്തോ നോക്കിയിരിക്കുക, വല്ലതും പറയല്ലേ നിങ്ങൾക്ക്, താൻ എന്തോ നോക്കിയിരിക്കുകയാണ്. ആ രംഗം അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ മനസ്സിലോട്ട്, എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നു കുറേ വിഷ്വൽസ്, ഇങ്ങനെ വലിയ കൊളാഷ് പോലെ വരികയാണ്. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിക്കിടാൻ കാരണം അതൊന്ന്. പിന്നെ തീയിൽ കുരുത്തോരു കരുതയെ എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, വലിയ വലിയ റാപ്പുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ വെച്ച് പുകഴ്ത്തിയിരുന്ന എന്തോ ഭയങ്കര മാസ് കലിപ്പനായിട്ടുള്ള പിണറായി വിജയൻ ഈ ബാലഗോപാൽ അവിടെ നിന്നിട്ട് എന്നാ എന്തോ കാണിക്കാന്ന് ചോദിക്കുമ്പോൾ ഇത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ഏതോ രാജ്യത്ത് എന്നോടാണോ എന്ന്. അത് മമ്മൂട്ടിയുടെ സിനിമ ചോദിക്കില്ല, എന്നോടാ കോട്ടയം കുഞ്ഞിച്ചന് എന്ന് പറഞ്ഞ പോലെ ഇദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരുന്നിട്ട് എണ്ണീറ്റ് നിന്ന് എന്തോ രണ്ട് വാക്ക് പറഞ്ഞു അവിടെ ഇരുന്നില്ല, ഇറങ്ങി പോകാൻ ചർച്ചയ്ക്കൊന്നും സമയമില്ല, ഇറങ്ങി പോകണം. അതാണ്. അങ്ങനെ നമ്മളൊന്ന് ആലോചിക്കണം, ആരായിരുന്നു പിണറായി വിജയൻ? 10 വർഷം പുലിയായിരുന്നു, പുലി. ഈ അദ്ദേഹത്തിൻ്റെ ഒരു നോട്ടമൊക്കെ കണ്ട മൈക്ക് പോലും പണി മുടക്കുമായിരുന്നു. മുമ്പിൽ നിൽക്കുന്ന മൈക്കിന് നേരെ അദ്ദേഹം ഒരു നോട്ടം നോക്കിയാൽ പിന്നെ മൈക്ക് വർക്ക് ചെയ്യത്തില്ല. ഓർമ്മയുണ്ടായിരുന്നു അറിഞ്ഞില്ല, കുറച്ചാൾ ഇയാൾ പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്ത് ഡൽഹി കേരള ഹൗസിൽ ജീവനക്കാരനെ പിടിച്ച് വരട്ടുന്നത്. പടി ഇറങ്ങി വരുമ്പോൾ ഒരു ജീവനക്കാരൻ വരുന്നു. ഈ ജീവനക്കാരൻ എന്തോ പറഞ്ഞു, എന്തോ രാഷ്ട്രീയം നടന്നോ പറഞ്ഞു, അദ്ദേഹം കണ്ണൂർ സ്റ്റൈലിൽ അത് വരട്ടുന്നുണ്ടായിരുന്നു ജീവനക്കാരൻ. പാർട്ടി സെക്രട്ടറി ആണ്, മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ആണെങ്കിൽ പിടി ജയിലിൽ വിട്ടനെ. അങ്ങനെയുള്ള പിണറായി വിജയൻ്റെ ദയനീയ മുഖമാണ് ഈ ബാലഗോപാലിൻ്റെ ഈ ഇതിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. അതെടുത്ത് എല്ലാ ചാനലുകളും എല്ലാവരും ഇതെടുത്ത് ട്രോളാക്കി മൊത്തം ഇതാക്കി. അപ്പം നമ്മളൊന്ന് ആലോചിക്കണം, എന്ത് പെട്ടെന്നാണ് ഒരു മനുഷ്യന്, ഇദ്ദേഹം കണ്ണൂരിട്ടി ഓരോരുത്തരെ വിരട്ടുമായിരുന്നു. അതുപോലെ ഇത്തവണ പുള്ളി ഒന്ന് കണ്ണൂരിട്ടി നോക്കി നിയമസഭയിൽ. അതീജ പറഞ്ഞ് പോയി പണി നോക്കുക, പോയി പണി. അല്ല, ആ പ്രതിപക്ഷ നേതാവിന് അവിടെ പണിയില്ല, 35 പേരെ വെച്ചിട്ട്. പിന്നെ ഉപനേതാവിന് എന്താണ് ജോലി എന്ന് മനസ്സിലാവുന്നില്ല. അതെ, അത് ഉപനേതാവ് സ്ഥാനം വേണം. പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞേക്കാൾ ഉപരി പിണറായി വിജയൻ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ്. പിണറായി വിജയന് മുഖത്ത് നോക്കി ഏതെങ്കിലും ഒരു അണി, നമുക്കറിയാം കടക്ക് പുറത്തുനിന്ന് മാധ്യമങ്ങളോട് പറയുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ ചമ്മി നിൽക്കുകയാണ് ഇയാളുടെ കൂട്ടം. ഇങ്ങനെ നിൽക്കുകയാണ് മാധ്യമപ്രവർത്തകരെല്ലാം പിന്നെ പുറത്തോട്ട് പോകുമ്പോൾ ചമ്മി നിൽക്കുക. കോടിയേരി ബാലകൃഷ്ണൻ ചമ്മി നിൽക്കുക. കോടിയേരി ബാലകൃഷ്ണൻ എന്താണ്, കോടിയേരി ബാലകൃഷ്ണന് ഒന്നും പറയാൻ പറ്റില്ല. അപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തോട് പറയുന്നുണ്ട്, നമ്മൾ ക്ഷണിച്ചിട്ട് വന്നാൽ ആര് ക്ഷണിച്ചു, എന്തിനു ക്ഷണിച്ചു? അപ്പോൾ കോടിയേരി അങ്ങനെ വലിയ ഇതായിട്ട് നിന്ന ആളോടാണ് പറയുന്നത്, എണ്ണീറ്റ് ഇന്ന് വല്ലതും പറയുക എന്ന് പറയുന്നത്. അത് ലോകത്തെല്ലാം ഇത്തരത്തിലുള്ള ജാട കാണിച്ച് എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫലപ്രദമായിട്ട് പ്രതിപക്ഷത്തിൻ്റെ മുമ്പിൽ ഒരുപാട് വിഷയങ്ങളുണ്ട്.
ഇത് അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പോൾ ഇടത് മുന്നണിയിൽ വരുന്ന ഒരു പ്രശ്നം എന്നാണ്. കാരണം ഇവര് അടപടലം താഴെ വീണ് കിടക്കുന്നു. മുന്നണി 12 കക്ഷികൾ ഉണ്ടെന്നാ ഇപ്പൊ 2 പേര് കെട്ടിപ്പിടിച്ച് ഒന്നായെന്ന് കേൾക്കുന്നു. NCPയും കേരള കോൺഗ്രസും കൂടെ. അതായത് ഈ 2 എണ്ണത്തിന് നടക്കാൻ ഈ 2 പേരെയും കൂടെ കെട്ടിപ്പിടിച്ച് കെട്ടിവെച്ചില്ലേ 2 കൂടെ പറഞ്ഞ് താഴെ വീഴും. അങ്ങനത്തെ അവസ്ഥയിൽ നിൽക്കുന്ന 2 പേരാണ്. രാഷ്ട്രീയം മതിയാക്കി വിശ്രമജീവിതം വീട്ടിൽ കിടന്ന് ഉറങ്ങേണ്ട ആശാന്മാരാണ് ഇവർ. വീണ്ടും ഒന്നിപ്പിച്ചിട്ട് ഇനി അടുത്ത മന്ത്രിസഭയെ മന്ത്രിയാകാൻ നിൽക്കുക. ഇപ്പൊ തന്നെ ഉണ്ട് 85 വയസ്സ്. ഇനി അടുത്ത മന്ത്രിസഭയെ മന്ത്രിയാകാൻ നിൽക്കുക ഈ 2 പേര്. അപ്പോൾ ഒന്ന് ആലോചിച്ചോണം. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന ആൾക്ക് പോലും ഈ തോൽവി ഇവർക്ക് ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അതിന്റെ ആഘാതത്തിൽ നിന്ന് ഇവർ മുക്തരായി. ഘടകകക്ഷികൾക്കും പറ്റിയിട്ടില്ല. 12 ഘടകകക്ഷി ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷേ നിയമസഭയിൽ 3 എണ്ണമേ ഉള്ളൂ. അത് 2 എണ്ണം CPI CPM കഴിഞ്ഞാൽ പറ്റും. RJD എന്ന് പറഞ്ഞൊരു കാര്യം അത് എങ്ങനെയോ ജയിച്ചു പോയതാ. കൂത്തുപറമ്പായോണ്ട് ജയിച്ചതാണ്. അതാണ് കൂത്തുപറമ്പായോണ്ട് മാത്രം ജയിച്ചു പോയതാണ് RJD. ചർച്ച നടക്കുന്നില്ല. മുന്നണിയില്ലല്ലോ. മുന്നണിയില്ല. ഇപ്പൊ തന്നെ നമുക്കറിയാം. കേരള കോൺഗ്രസ് മാണി പത്തനംതിട്ട ജില്ലാ വൈസ് പ്രസിഡന്റ് അടക്കം ഈ 100-200 പേര് നാളെ താണ്ട കോൺഗ്രസ് ചെയ്ത് അവിടെ കേരള കോൺഗ്രസിന്റെ PK ജേക്കബ് ജീവിക്കാൻ പറ്റില്ലല്ലോ അവർക്ക്. അതെ, അവരൊക്കെ പറയുന്ന ഒരു കാര്യം. ഞാൻ ഇവരോട്ടൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്നുണ്ട് ഞങ്ങൾ UDF മെന്റാലിറ്റി ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് KM മാണി സാറിനോടുള്ള ഇഷ്ടവും ഉള്ളത് കൊണ്ട് ഞങ്ങൾ അങ്ങ് പോയി. പിന്നെ കഴിഞ്ഞ 5 കൊല്ലവും ഞങ്ങൾ അതൃപ്തരായിരുന്നു. ഞങ്ങൾക്ക് അവരുടെ കൂടെ നിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ മന്ത്രി അവരൊക്കെ എന്നാൽ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്തെങ്കിലും ഞങ്ങൾ മാറുമെന്നാണ് ഞങ്ങൾ കരുതിയിരുന്നത്. അത് വന്നിട്ടില്ല. പിന്നെ ഇവർക്ക് തോന്നുന്ന പോലെ അവിടുത്തെ ജില്ലാ പ്രസിഡന്റും ഒക്കെ അവർക്ക് തോന്നുന്ന രീതിയിൽ അങ്ങ് പോവാണ്. എന്താ ഈ കേരള കോൺഗ്രസ് ഇലക്ഷൻ എടുക്കുമ്പോൾ മാത്രം കുറേ പേര് കൂടുന്നു. അത് അങ്ങനെ അങ്ങ് പോവായിരുന്നു. ആ ഒരു ഇത് വന്നപ്പോൾ ഞങ്ങളെ പോകുന്നതെന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഘടകകക്ഷികൾ ഓരോന്നായിട്ട് മിക്കവാറും UDF ചെന്ന് ജയിക്കും. അതുപോലെ വേറെ കുറേ പേരുണ്ട്. കോൺഗ്രസ് എസിൽ പത്തനംതിട്ട ഉണ്ടായിരുന്നു. അവർ മൊത്തം പോയിട്ട് RSPയിൽ അങ്ങ് ചെയ്യും. ഭരണം വേണം. കാരണം ഇവർക്ക് കോൺഗ്രസ് എസ് എന്ന് പറഞ്ഞാൽ ആകെ 4-3-7 പേരേ ഉള്ളൂ. അത് മൊത്തം കൂടെ കഴിഞ്ഞ ദിവസം പോയി RSP ചേർന്നു. ഇങ്ങനെ ഓരോരുത്തരും അവരവരുടെ ഇതിനകത്തേക്ക് മാറി ചേർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവിടെയാണ് ഇവർ പറഞ്ഞത് ഇടതുമുന്നണി ചേർന്നില്ല. എന്ത് കാര്യത്തിന്? ആര് കയറാനായി? 12 പേര് 3 പേർക്ക് ദൈവസഭയ്ക്കകത്ത് കയറാൻ പറ്റൂ. 12 കക്ഷിയുള്ളത് 3 പേർക്ക് ദൈവസഭയിൽ കയറാൻ പറ്റൂ. പോരായെങ്കിൽ താലത്തി വെച്ചാണ് സംഗതികൾ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. മദ്യനയം, ഈ പറയുന്ന ലീഡർ നിയമനം, തോട്ടണ്ടി പിന്നെ ഇവർക്ക് മിണ്ടാൻ പറ്റത്തില്ല. ഇവരാണ് അത്ര നാൾ സംശയിച്ചുകൊണ്ട്. പിന്നെ ഈ പറഞ്ഞ അദാനിയും മിണ്ടാൻ പറ്റുകയല്ലോ. പിന്നെ ഒരു വിധത്തിൽ ആരും മിണ്ടണം? പ്രതിപക്ഷ നേതാവ് മിണ്ടണം. പ്രതിപക്ഷ നേതാവിന് വല്ല തൊപ്പിത്തടി അറിയാവോ? ഒന്നും അറിയത്തില്ല. പുള്ളി കാലം എഴുതി കൊടുത്താൽ പുള്ളി സംസാരിക്കുക. അല്ലാതെ പുള്ളി കയറി പറഞ്ഞതിനൊന്നും യാതൊരു മെറിറ്റും ഇല്ലാതായിപ്പോയി. പിണറായി വിജയൻ ഇത്രയ്ക്ക് അജ്ഞനാണ് കാര്യങ്ങളെന്നതിനെ കുറിച്ച് ഇപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത്. കേരള ജനതയ്ക്ക് മനസ്സിലായ കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ നോട്ടവും ഭാവവും എടുപ്പും മാസ് എൻട്രിയും ഒക്കെ തന്നെ വെറും ഷൂ ആയി. അതെല്ലാം തീർന്നു. അതിന്റെ മൊത്തം കാറ്റ് പോയി. ഈ 5 വർഷം പുള്ളി തികച്ച് നിയമസഭ ഇരിക്കില്ല. അതിന് മുമ്പ് പുള്ളി അത് വെച്ചിട്ട് പുള്ളിയുടെ പണി നോക്കും എന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ പറയുന്ന CPIക്കാർ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങളെടുത്തോ, ഉപനേതൃസ്ഥാനം ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാധനം വേണം, ഞങ്ങൾക്ക് തരണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവരൊരു കാരണവശാലും നിങ്ങൾക്ക് ഒരു കാരണവശാലും തരത്തില്ലെന്ന് ഗോവിന്ദനും പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും ഭരണപക്ഷത്തിൻ്റെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയും അവരുടെ പാളയത്തിൽ പടയും തുടങ്ങിയിട്ടുണ്ട്. അതിനേക്കാൾ വലിയ കുഴപ്പത്തിലാണ് പ്രതിപക്ഷം. ഇനിയിപ്പം ബാലഗോപാലിനെ പ്രതിപക്ഷമൊക്കെ ആക്കിയിട്ട് ഒരു കാര്യമില്ല. ഇവിടെ ഒന്നും ഇവർക്ക് പറയാനറിയില്ല. ഇവർക്ക് സതീശൻ്റെ മുമ്പിൽ ഇവർക്ക് പിടിച്ച് നിൽക്കാനേ കഴിയുന്നില്ല.